ഇന്നലത്തെ ഫൈറ്റിൽ എല്ലാവരും നോറയെ സംശയിക്കുന്നുണ്ട്. അതായത് മുടിയൻ പെട്ടെന്ന് പ്രൊവോക്കായിട്ട് പോയിട്ട് ശരണ്യമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നോറയ്ക്ക് ഒരു പങ്കും ഇല്ലാത്ത പോലെയാണ് എല്ലാവരും അവിടെ പറയാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ എപ്പിസോഡ് കണ്ടാൽ നമുക്കറിയാം നോറയ്ക്കൊരു പങ്കുണ്ട്. അതായത് നോറ വളരെ കൃത്യമായും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. നോറ അവിടെ നടന്ന ചർച്ചകളുടെയൊക്കെ ഭാഗമാണ്. നോറ ഉൾപ്പെടുന്ന ടീമാണല്ലോ നെസ്റ്റ് എന്ന് പറയുന്നത്. ആ ടീമിൽ നടന്ന ചർച്ചയിലെല്ലാം ഉണ്ടായിരുന്ന നോറ എന്തിനാണ് മുടിയൻ്റെ ടീമിൽ വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പരോക്ഷമായി പറഞ്ഞത്? അതായത് മുടിയൻ ഇങ്ങനെ ആകെ ശോകം അടിച്ചിരിക്കുകയാണ്. അപ്പം നോറ പറയുന്നുണ്ട്, അവരുടെ ടീം കളിയിൽ നീ വീഴില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ നീ വീണ് പോയല്ലോ. അവരുടെ ടീം കളിയായിരുന്നു അത്, അവർ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു അത്. ആ ഗെയിമിൽ നീ വീഴില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. നോറ പറയുന്നത് നോറയും കൂടി ഉൾപ്പെടുന്ന ടീമിനെ കുറിച്ചാണ്. അപ്പോൾ അർജുൻ വന്നിട്ടാണ് പറഞ്ഞതുകൊണ്ടാണ് താൻ അതിൽ സമ്മതിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഈ അർജുൻ്റെ ഒരു കാര്യം, അതായത് ഡയറക്റ്റ് പറയുന്നുണ്ടോ എന്ന് വെച്ചാൽ അവിടെ നടന്ന ചർച്ചകളോ കാര്യങ്ങളോ ഇങ്ങനെയാണ് നടന്നത് എന്ന് നോറ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഈ പറയുന്ന മുടിയനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വെടിമരുന്ന് ഇട്ട് കൊടുത്തത് നോറ തന്നെയാണ്. നിസ്സംശയം പറയാം, ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് പോലെ അവരുടെ ഗെയിം പ്ലാൻ ആയിരുന്നു, ആ കളിയിൽ നീ വീഴില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞാൽ പോരെ. ആ ടീമിലെ മെമ്പറാണോ വന്നിരുന്ന് പറയുന്നത്? അങ്ങനെയാണ് മുടിയൻ എന്ത് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ മുടിയൻ്റെ ഉള്ളിൽ ഈ സാധനം കിടക്കുകയാണ്. നേരെ പോയി ശരണ്യയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ശരണ്യ എന്നെ ചതിച്ചു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുവാണ്, ശരണ്യ പറയുകയും കൂടെ ചെയ്യാണ്. പിന്നെ പറയാനുണ്ടോ ഫൈറ്റിന്? ഉറപ്പായിട്ടും അത് തന്നെയാണെന്നല്ല സംഭവിച്ചത്. അപ്പം നോറ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വന്ന ആ വീട് മൊത്തം കരഞ്ഞ് വിളിച്ച് ബഹളം വെച്ച് വേണമെങ്കിൽ ഛർദ്ദിച്ച് ബഹളം ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന നോറ ഇന്നലെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ചെറിയ സങ്കടമൊക്കെ അഭിനയിച്ചെങ്കിലും ശരിക്കും നോറയ്ക്ക് ഒരു ചെറിയ പങ്ക് ആ പൊട്ടിത്തെറിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അൻസിബയും മുടിയനും നോറയെ വിട്ടുകൊടുത്തില്ല, അല്ലെങ്കിൽ നോറയാണത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കുത്തിത്തിരിപ്പിന് നിന്നില്ല എന്നുള്ളതാണ് നോറയുടെ ഭാഗ്യം. പക്ഷെ ജാൻമണി അടക്കമുള്ളവർക്ക് കാര്യം മനസ്സിലായി. ജാൻമണിക്ക് ഓൾറെഡി നോറയെ കണ്ടുകൂടാത്തതുകൊണ്ട് അവർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ എന്തായാലും റസ്മിനൊക്കെ മനസ്സിലായിട്ടും മനസ്സിലാവാത്തതുപോലെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നോറ ഒന്നും പറയാതെ നിഷ്കളങ്കമായിട്ടായിരുന്നില്ല അവിടെ ഇരുന്നത് എന്നത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം. പക്ഷേ അത് നോറ ഒരിക്കലും പർപ്പസ്ഫുള്ളി ചെയ്താകണമെന്നൊന്നുമില്ല. നോറയ്ക്ക് പൊതുവേ ഈ അൻസിബ മുടിയൻ ഗ്രൂപ്പിനോടാണ് താല്പര്യം. ആ നെസ്റ്റിൽ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ് നോറ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെയിം ഏജ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു വൈബാണ് ഒന്നാമത്. ആ ഒരു ഫ്രീഡത്തിൽ പറഞ്ഞു പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഒരു ഗെയിം കളിച്ചതാവാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ നോറയ്ക്ക് അതിൽ പങ്കുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല.